ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തുള്ള മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവ് അല്ല കേട്ടോ, അല്ല മറൈൻ സോറി, വേൾഡ് വേൾഡിലാണ് കേട്ടോ. വേൾഡ് നമ്മുടെ അവിടുത്തെ പാർക്കിംഗ് സെന്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ടെക്നോ പാർക്കിലോട്ട് പോകുമ്പോൾ വലത് സൈഡിലാണ്. ഇവിടുത്തെ ടിക്കറ്റ് ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ബെൽറ്റാണ് ഇവിടുത്തെ ടിക്കറ്റ്. നമ്മുടെ ഒരാളിന് 150 രൂപയാണ്. കൊച്ചു കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ 150 രൂപ പറയുന്നുണ്ട് കേട്ടോ. ഒരാളിന് 150 രൂപ. നമ്മളിത് നേരെ കവർ ചെയ്ത് നേരെ ഞങ്ങൾ അകത്ത് കയറുകയാണ്. അകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ഷീറ്റ്, ഒരു ബ്ലാക്ക് കർട്ടനാണ്. അപ്പോൾ ഇതിനകത്ത് മാറ്റി അങ്ങോട്ട് കയറുമ്പോൾ അത് കൂട്ടുകാരെ അതിവിശാലമായിട്ടുള്ള AC ആണ് കേട്ടോ. ഇതിനകത്തും ഒരു AC, ഒരു ഫ്രഷ് കിട്ടുന്നുണ്ട്. ഭയങ്കര ചൂടൊന്നും അല്ല ഇതിനകത്ത് നിൽക്കാൻ. പിന്നെ നമ്മളിങ്ങനെ നേരെ വരുമ്പോഴത്തേക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു വെള്ളച്ചാട്ടം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ കാണുമ്പോഴത്തേക്ക് ആ വെള്ളച്ചാട്ടത്തിലെ വെള്ളം വന്നിറങ്ങുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ള കുറേ കളർ മത്സ്യങ്ങൾ, പിന്നെ നമ്മുടെ സാധാ രീതിയിലുള്ള കുറച്ച് ചെടികളും അങ്ങനെയൊക്കെ ഉള്ളതും, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിർത്തി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ ഇല്ലേ ഇവിടെ? അതെ, കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ ഉണ്ട്. അതൊക്കെ അതായത് പക്ഷികളൊക്കെ ഓപ്പൺ ആയിട്ട് അവിടെ നിർത്തിക്കുകയാണ്. അത് എങ്ങും പോകത്തില്ല, അത് അവിടെ തന്നെ കാണും. അതുകൂടാതെ നമ്മുടെ കുതിരവണ്ടിയുടെ മണ്ടയിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള, സെൽഫി ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അത് എന്താണ്, അതുകൂടാതെ നമ്മുടെ നേരെ പിന്നെ കവർ ചെയ്ത് കയറുന്നപ്പോഴത്തേക്കാണ് മത്സ്യങ്ങളുടെ ലോകം. ഇവിടെ നിറച്ച് മത്സ്യങ്ങളാണ് കേട്ടോ. പേര് തന്നെ നമുക്ക് പല തരത്തിലുള്ള മത്സ്യങ്ങൾ, പല രീതിയിൽ, പല എന്താണ്, എങ്ങനെയാണ്, പല രീതിയിൽ പിടയ്ക്കുന്ന മത്സ്യങ്ങളല്ലേ. അപ്പം ഇത് ആദ്യം മീനു കണ്ടപ്പോഴത്തേക്ക് മീനു ഒരു പരുവത്തിനൊക്കെ ഒതുങ്ങി ഇങ്ങനെ മാറി പോയി നിൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീടാണ് മീനു അതുമായിട്ട് അങ്ങ് കവറായത്. എങ്ങനെ ഉണ്ടായിരുന്നു മീനു? കൊള്ളായിരുന്നു. ആദ്യമായിട്ടല്ലേ മീനു ഇത്രയും മീനുകൾ നമ്മൾ കാണുന്നത്. നമ്മൾ ഇതിന് മുമ്പും ഇതുപോലെ ഉള്ളത് വന്നെങ്കിൽ അന്ന് നമുക്ക് പോകാൻ പറ്റില്ല. ഓണത്തിന് ഇതുണ്ടായിരുന്നു, നമ്മളെ ലുലു മാളിന്റെ ഭാഗത്ത് ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതാണോന്ന് അറിയത്തില്ല, ഇതുപോലത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അന്ന് മുതലേ ഞങ്ങൾ വിചാരിച്ചതാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇത് പോയി കാണണമെന്ന്. നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞല്ലേ കേട്ടാ. ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത്. ഇത് നമ്മള് 13-ാം തീയതിയാണ്. നമ്മൾ ഇതിപ്പോ വീഡിയോ ഇടുന്നത് നമ്മള് 13-ാം തീയതിയാണ്. ഞങ്ങൾ പോകുന്നത് 11-ാം തീയതിയാണ്. അന്ന് മീനുക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് അവൾക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വൈകുന്നേരം അവളെ കൊണ്ടുപോകുന്നത്. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു മീനു? ഇഷ്ടപ്പെട്ടോ മീനു? വിചാരിച്ചില്ലേ. മീനുവിന് ഞങ്ങൾ തൊട്ടടുത്തൊരു ആനാട് സ്ഥലത്ത് ഒരു പാർക്ക് ഉണ്ടല്ലോ, അപ്പൊ അവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അപ്പൊ മീനു പറയുകയും ചെയ്യുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി പാർക്ക് എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞേട്ടോ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് അവളെ അടുത്ത് പറയുന്നത് കേട്ടോ, ഇവിടെയാണ് ഞങ്ങൾ വന്നതെന്ന്. അല്ലേ? അതെ, മീനുട്ടിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാ മത്സ്യങ്ങളും വന്ന് മുമ്പ് രണ്ടു മൂന്ന് നല്ല രസമുണ്ടല്ലേ ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ പേരറിഞ്ഞൂടാട്ടോ. നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നീ എത്ര നാളായിട്ട് കണ്ടിട്ടുണ്ട്? നീ കണ്ടിട്ടുണ്ടോ? തിമിംഗലം പടത്തിൽ കണ്ടിട്ടുണ്ടോ? തിമിംഗലം പടത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ നീ ഒറിജിനലായിട്ട് കണ്ടില്ലേ? തിമിംഗലം അല്ല, ഇത് എന്തിനാണ് പിന്നത്? എന്തോ ഒരു മീന്, എന്തൊക്കെയോ തിമിംഗലോ. തിമിംഗലോ ഒന്നും അല്ല. നമുക്കിവിടെ നമ്മളിതില് കവർ ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷെ കോപ്പിറൈറ്റും എല്ലാ സമയത്തും ഇവിടെ ഫുൾ ടൈം അവർ പാട്ടിട്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. എന്ത് സംസാരിക്കുന്ന പോലും നമുക്ക് അറിയത്തില്ല. നമ്മുടെ സംസാരം ഇത് നോക്കിയേ കുഞ്ഞിലി മീനുകൾ. ഇത് നമ്മൾ ഇവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയത്ത് എന്തായെന്ന് തോന്നുന്നു. കണ്ടിട്ടും മതി വരുന്നില്ല. നമുക്ക് അത്രത്തോളം അടുത്ത് നമുക്ക് കാണാമല്ലോ അതിനെയൊക്കെ, അല്ലേ? ഒരുപാട് നമുക്ക് നല്ല അടുത്ത് കാണാം. നക്ഷത്ര മത്സ്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടൈപ്പ് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ, കാണാനൊക്കെ എന്തില്ലേ വരാൻ. ഷാർക്ക് ഇത് നോക്കിയേ, എന്തായാലും ചെയ്തു. പേരും കൂടെ എഴുതി വെക്കാനുള്ളതായിരുന്നു. അതെ, അതാണ് ഇതിനൊരു പോരായ്മ ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു മീനിന്റെയും പേരെഴുതി വെച്ചിട്ടില്ല. നമുക്ക് പേരുകളൊന്നും മീൻ അറിയാം. ഒരു മീനുകളെന്ന് പറയാനായിട്ടുള്ളൂ. പിന്നെ അവർക്കും പേരറിഞ്ഞൂടെ എന്നുള്ള നമുക്ക് അറിയത്തില്ല. അത് നമുക്കറിയത്തില്ല, അവർക്കൊക്കെ അറിയായിരിക്കും. അതെ, പേരെഴുതി വെക്കാനുള്ളതായിരുന്നു. പേരെഴുതി വെച്ചിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകരിച്ചനായിരുന്നു. നീ ഒരു ഫോട്ടോ എടുത്ത് വെക്കുമ്പോഴെങ്കിലും ഒരു കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ
നമ്മളിങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അവർ ആ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചെങ്കിലും ഒരു ഫോട്ടോയും കൂടി എടുത്ത് വെച്ച് അറേഞ്ച് അതെ ചെയ്യുന്നതായിരുന്നു. കൊള്ളാം. എൻ്റെ പൊന്നു ഇത് നോക്കിയേ. എങ്ങനെ ഉണ്ടായിരുന്നു മീനു? നീ ചിരിക്കണെന്തിന്? എൻ്റെ പൊന്നു എനിക്ക് വയ്യ. ഇതൊക്കെ നമ്മളെല്ലാം പിന്നെ ആകാശത്ത് നമ്മളതിൻ്റെ അകത്തൂടെ പോയിട്ട് ആകാശത്തൂടെ മീൻ പോവുകയാണ് അല്ലേ മീനു? ഇത് ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടുണ്ട്. കാരണം മറ്റു ജില്ലകളിലുള്ള കൂട്ടുകാരുണ്ട്, അത് വരാൻ പറ്റാത്ത കൂട്ടുകാരുണ്ട്. അപ്പൊ അവത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടാണ് ഫുൾ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതെ, കേട്ടോ. ഇതിനകത്ത് വേറൊന്നുമില്ല, ഫുള്ള് സിനിമ അതെ. പാട്ടാണ് അതെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സിനിമ പാട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ സംസാരമായിരിക്കും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇതിൽ അതെ, വേറൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് എല്ലാ ഇതിനെക്കുറിച്ച് മീനും വേറെ ഒന്നും പറയാല്ല. എന്നാലും ഞങ്ങൾ പറയുന്നതെന്ന് പറയുമ്പം ഞങ്ങൾക്കും ഇത് പിന്നീട് വീഡിയോ എടുത്ത് കാണുമ്പം അമ്മ ഇത്രയും എന്തിനാ മീനുകൾ മീൻ മാത്രം ഇട്ടിട്ടുള്ള? ഇതിൽ മീൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ഇത് മീൻ തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് നടക്കുമ്പോ ഫുള്ള് കാണും. ഫുള്ള് ഈ ഒരു 10 മറൈൻ മിനിറ്റ് വേൾഡ് നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒരു പാർട്ടായിട്ട് ചെയ്താൽ തീരത്തില്ല, വീഡിയോ 30 മിനിറ്റ് ഭയങ്കര ആയി ലോങ് പോകും. ആയി പോകും. 30 അതുകൊണ്ട് 30 ഞങ്ങള് മിനിറ്റ് തികയത്തില്ല. എന്നാലും എന്നാലും ഞങ്ങൾ ഒരു ഇത് അത്രയും നിർത്തി നൊത്തോലി ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഒരു മീൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോയി. ഇത് നോക്കി ഇത് ഫോട്ടോ എടുത്ത് ഇവിടെയൊക്കെ നിന്ന് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്ത കേട്ടോ. അതെ, കൊള്ളായിരുന്നു കേട്ടോ. ഇതിനൊക്കെ അവൾ എങ്ങനെയുണ്ട് ആദ്യമായിട്ട് മീനുട്ടി? കാണുന്നു. മീനുട്ടി കൊള്ളാലോ അതിനൊന്ന് മീനുട്ടി. കെട്ടിപ്പിടിക്കണോ തോന്നിയായിരുന്നു മീനുട്ടി എനിക്ക്? ഇല്ല, ഞാൻ മറ്റേ എന്തൊരു കന്യക അടിച്ചപ്പോ ഞാൻ വിചാരിച്ചു സത്യം ഓ, അടിക്കണം. കന്യകൻ കന്യകൻ കന്യക. എടുത്തോ ആ, മത്സ്യകന്യക അത് ആയിരുന്നു. കാണിച്ചോ, പറഞ്ഞു കൊടുക്കാം. അത് അപ്പോഴെത്താമ്പോ പറയാമേ. അതെ, ഇപ്പൊ അത് കണ്ടു അത് ഇതിന്റെ കൂടെ തന്നെ. സൂപ്പർ മീൻ, വരെയുള്ള മീൻ. അതൊക്കെ മീൻ കണ്ടപ്പോ മീൻ അമ്മ ചോദിക്കും, ഇതൊക്കെ ഇതിന്റെ കൂടെ എന്താണ്? തന്നെ ആ, മാമം. ഓ തന്നെ അമ്മേ. തന്നമ്മേ പറയമ്മേ എന്താണമ്മേ? അയ്യോ കൊറേ തലയൊക്കെ എടുത്തു വെച്ചു. കാട്ട് ഇത്. അയ്യോ പാമ്പ്. അയ്യോ, ഇത് കണ്ടപ്പോഴത്തേക്ക് മീനുട്ടി പാമ്പേന്ന് വിളിച്ചോണ്ട് അല്ല ഓടിക്കോട്ടെ. മീനെക്കുട്ടി അത് എഴുതണം. മീനുകുട്ടിയെ ഞാൻ ഇതൊക്കെ ഓടി നോക്കുന്നത് ഇത് ആ അതല്ല, പാമ്പാണ്. ഇത് നോക്കിട്ട് മീനുകുട്ടി തിരിഞ്ഞിരിക്കുമ്പോഴത്തേ അതില്ല ഫോട്ടോ എടുക്കാൻ നിൽക്കും കിടക്കും. മീനുകുട്ടിയുടെ മുമ്പ് വന്ന് ഇന്നോടുക്കും മീനുട്ടി മേടിച്ചു. എത്ര പ്രാവശ്യം വന്നു മീനുട്ടി ഇതിന്റെ മുമ്പ്? കൊറേ കുറേ വന്നു. പ്രാവശ്യം അപ്പൊ വന്നു. അമ്മ വന്ന പോയപ്പോ ഞാൻ അയ്യോ ഓടിക്കാൻ ചോ ചക്കര. അതെ ഓടിക്കളഞ്ഞു. തലയൊക്കെ വൈകിട്ടൊക്കെ. ഇത് കണ്ടാ മീനുട്ടി ഒരു മീൻ ഉറങ്ങുന്നത്? പിന്നെ ഉറങ്ങണ്ടേ പാവം അതിനൊക്കെ. മൊത്തത്തിലൊരു നീലമയം കടൽ, നമ്മുടെ കടൽ. സത്യം തന്നെ, മൊത്തത്തിലൊരു നീലമയം. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. എന്താണ്? എന്നെ കൊറേ നേരം കിടന്ന് വിളിച്ചു. മത്സ്യകന്യകൻ. മത്സ്യകന്യകൻ. മീനുട്ടി പറഞ്ഞ മത്സ്യകന്യകൻ. കന്യക അല്ല ഇപ്പൊ അവിടെ കേട്ടോ. കന്യക എന്തോ മാറി നമ്മളറിയാൻ കഴിഞ്ഞത്. കന്യക ഇപ്പൊ ഇല്ല, ഇപ്പൊ കന്യകനാണ്. അതെന്താ പറഞ്ഞു? അത് അറിഞ്ഞൂടാ, നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അറിഞ്ഞൂടാ. ആദ്യമൊക്കെ മുമ്പത്തെ വീഡിയോ കാണുമ്പോ കന്യക. കന്യകനായിരുന്നു. അതെ, അപ്പൊ മീനുകുട്ടീനെ പക്ഷെ എന്തായാലും അവരെ സമ്മതിക്കണം കേട്ടോ അത് ഇങ്ങനെ ചെയ്യുന്നതിന്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ എത്ര നേരം കിടക്കുമായിരിക്കും ഇത് ഇത്രയും സമയം. അത് അവരുടെ ആ ഏത് എയർ പോകുന്നതാണ്, ഓക്സിജന്റെ ഇത് പോകുന്നതാണ്. എന്താണെങ്കിലും എൻ്റെ പൊന്നോ അടിപൊളി തന്നെ. ഇത് നോക്കിയേ, ഇത് എന്തായാലും ഇതിന് സമ്മതിക്കണം. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് എന്തായാലും അത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ, അല്ലേ ബാബച്ചി? അതെ. എത്ര നേരം നമ്മൾ ഇപ്പം നോക്കി കയ്യിൽ ഒരു കിറ്റോ ഒന്നും ഇട്ടിട്ടില്ല. എത്ര നേരം ഇങ്ങനെ കിടക്കാൻ പറ്റും വെള്ളത്തിൽ? എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ കുറെ നേരം കഴിയുമ്പോൾ തണുത്ത് ചാവും. ഇറങ്ങിയല്ലേ നടന്നു. തണുത്ത് ചാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.